ജഗൻ പറയുകയാണ്, എന്തായാലും തല്ലാനും കൊല്ലാനും പുറത്ത് ആൾക്കാരുണ്ട്. അവരുടെ കൂടെ കുട്ടിയുടെയും കുടുംബത്തിന്റെയും ശത്രുക്കൾ കൂടെ ഒന്നിക്കുകയാണെങ്കിൽ ആകട്ടെ. 100 ശത്രുക്കൾ ഒന്നിച്ചു വന്ന് വെട്ടിയാലും 100 തവണ മരണമില്ല, ഒരു തവണയുള്ളൂ മരണം. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ആയുധത്തെയും മനുഷ്യനെയും പേടിക്കേണ്ട കാര്യം ഇല്ല. ദിയ ധൈര്യമായിട്ടിരിക്കെ. എന്റെ മനസ്സിനകത്ത് ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നിയാൽ അവർക്ക് വേണ്ടി ഞാൻ മരിക്കും. പലപ്പോഴും അങ്ങനെ മരിച്ചിട്ടുള്ളത് കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഇപ്പോ ഒരു കൂട്ടുകാരി കൂടി ആ ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. ദിയ പറയുകയാണ്, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ. പുറത്തുള്ള സാമൂഹ്യ വിരുദ്ധരെക്കാളും നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടെന്ന് അറിയാം. അതുകൊണ്ടാണ് കാണാൻ വരുന്നത്. കണ്ണീർ തുടച്ചുകൊണ്ട് ദിയ വീണ്ടും പറയുകയാണ്, അമ്മ ഐസുവിന് മുൻപിൽ തനിച്ചിരിക്കുകയാണ്. ഞാൻ പോട്ടെ. ആ ശരി, ധൈര്യമായിട്ടിരിക്കുക. ദിയ പോയ ശേഷം ജഗൻ പോലീസുകാരനോട് പറയുകയാണ്, സാറേ, കാർത്തികേയൻ സദാനന്ദന്റെ മകൻ. ഒരിക്കൽ പറഞ്ഞാൽ മറക്കില്ല, ഒന്നുകൂടി പറഞ്ഞാലേ ഒട്ടും മറക്കില്ല. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. റിസപ്ഷനിൽ ചെന്ന് ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, രചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ആരെങ്കിലും ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ, ആ കുട്ടിയുടെ അച്ഛൻ ഇവിടെ അഡ്മിറ്റ് ആണ്. ബൈപ്പാസ് സർജറി ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുകയാണ്. വളരെ ക്രിട്ടിക്കലായിരുന്നു ആ പേഷ്യന്റ്. സമയത്ത് ഓപ്പറേഷൻ നടക്കുമോ എന്ന് പോലും സംശയമായിരുന്നു. എന്തായാലും സമയത്ത് ആ കുട്ടിക്ക് പൈസ കിട്ടി. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, കാണാൻ സാധിക്കുമോ? എന്നോളൂ മാഡം. അന്നേരം രജനിയുടെ അച്ഛൻ ശ്രീധരന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഭാഗ്യലക്ഷ്മി. ശ്രീധരന്റെ അടുത്തേക്ക് ചെന്ന ഭാഗ്യലക്ഷ്മി പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്കറിയാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരച്ഛന്റെ മുഖത്ത് നോക്കി സത്യങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഉണ്ടല്ലോ നിങ്ങളുടെ മോൾ, അവൾക്ക് അമ്മയില്ലാത്തതിന്റെ ഒരുപാട് തകരാറുണ്ട്. അമ്മ വളർത്താത്തതിന്റെ തകരാറ്. ശ്രീധരൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? ഞാൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. എന്റെ മോളുടെ അടുത്ത കൂട്ടുകാരിയാണ് രചന. അവൾക്ക് ഏറ്റവും വിശ്വാസമുള്ള കൂട്ടുകാരി. അത് വെച്ച് അവള് മുതലെടുപ്പ് നടത്തി. അവളുടെ പിറന്നാളാണെന്നും പറഞ്ഞ് അവൾ താമസിക്കുന്നിടത്തേക്ക് എന്റെ മോളെ വിളിച്ചു വരുത്തി ഒരു അരുതാത്ത കൊല ചെയ്തു. എന്റെ മോളോട് അവളുടെ സഹായത്തോടു കൂടി ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരുത്തൻ ചെയ്ത ചതിയുടെ കഥകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീധരൻ പറയുകയാണ്, എന്റെ മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. എനിക്ക് ആളൊന്നും തെറ്റിയിട്ടില്ല. അവളെ ഞാൻ കണ്ടിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടി ഒളിക്കുകയായിരുന്നു അവള് താമസിക്കുന്ന വീട്ടിലേക്ക് പോയപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഈ പറയുന്നത് കെട്ടുകഥയാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മോളോട് തന്നെ ചോദിക്കുക. അച്ഛൻ ഹോസ്പിറ്റലിൽ ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞു കിടക്കുകയാണല്ലോ. അപ്പോൾ പണത്തിന് ഒരുപാട് ആവശ്യം വരുമല്ലോ. അതിനു വേണ്ടിയായിരിക്കും അവൾ ചിലപ്പോൾ ഇങ്ങനെയൊരു നീചപ്രവൃത്തി ചെയ്തത്. എന്തായാലും എന്റെ മോളുടെ ഭാവി പോയി. എന്റെ മോള് ഇവിടെ തന്നെയുണ്ട്, തൊട്ടടുത്ത് തന്നെ. എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്കും സഹിക്കാനാവാത്ത തകർച്ചയാണ് എന്റെ മോൾക്ക് സംഭവിച്ചത്. അതും ഒരു തെറ്റും ചെയ്യാതെ. ഇത്രയൊന്നുമല്ല പറയേണ്ടത്, ഇതിൽ കൂടുതൽ പറയേണ്ടതാണ്. പക്ഷേ നിങ്ങളുടെ കണ്ടീഷൻ അത്രയ്ക്ക് മോശമായി പോയി. അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ഐസിയുവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അന്നേരം ദിയ എത്തുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ദീപയെ കാണാനല്ല അവൾ അകത്തേക്ക് പോയത്. അവളുടെ അച്ഛൻ ഐസിയുലുണ്ട്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അയാളുടെ അവസ്ഥ മോശമാണെങ്കിലും പറയാനുള്ളതൊക്കെ പറയാതിരിക്കാൻ പറ്റുമോ? മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു അവളുടെ ശീലങ്ങൾ. അവൾ ദീപയോട് ചെയ്തതൊക്കെ അയാളെ കേൾപ്പിച്ചു. ദിയ പറയുകയാണ്, അതിന്റെ പേരിൽ അയാളുടെ ഹൃദയം നിന്നു പോയാലും കുഴപ്പമില്ല. മകളെ ഈ രീതിയിൽ വളർത്തിയ ഒരച്ഛൻ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? അപ്പോൾ അവൾ ഇനിയും ഇവിടെ വരും അല്ലേ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വരാതിരിക്കാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ അച്ഛന് ബൈപ്പാസ് കഴിഞ്ഞെന്നൊന്നും ഞാൻ നോക്കില്ല. അവളുടെ കഴുത്തിന് പിടിക്കും ഞാൻ. ഒരുത്തൻ ഇവിടെ വന്ന് ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് പോയല്ലോ, കാർത്തികേയന്റെ അച്ഛൻ. അവനെതിരെ നിൽക്കാൻ എനിക്കൊരാളെ കിട്ടിയിട്ടുണ്ട്. ആരെന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. അന്ന് കാർത്തി എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ ഒരാൾ അവനെ തല്ലി ഒതുക്കിയില്ലേ? അയാള് തന്നെ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അതിന് അയാൾ എവിടെ? അയാൾ ഇവിടെ ഉണ്ട് എന്ന് ദിയ പറയുമ്പോൾ ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ഹോസ്പിറ്റലിന് പുറത്തോ? ഇല്ല, യാദൃച്ഛികമായി വഴിയിൽ വെച്ച് കണ്ടു എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് ദിയ. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അന്ന് മോളെ അയാൾ സഹായിച്ചു. പക്ഷെ ആരാ എന്താന്നൊന്നും അറിയാതെ ആരോട് കൂടുതൽ അടുക്കേണ്ട. നദി ഏത് വഴിക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല മോളെ. അങ്ങനെ ഒരു ചതിയനല്ല അയാള്, എനിക്ക് ഉറപ്പാണ്. അന്നേരം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അയാളെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചോ? അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പേര് ജഗന്നാഥൻ എന്നാണ്. ജഗൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പേര് കേട്ടിട്ട് ഒരെടുപ്പുണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ അതിലും എടുപ്പാണ്. ഒരു സിംഹക്കുട്ടി. അത്തരക്കാരുടെ സഹായം നമുക്ക് വേണം.
എന്തായാലും ഞങ്ങളുടെ അച്ഛൻ മക്കളെ സഹായിക്കില്ല. പിന്നെ സഹായിക്കാൻ മനസ്സുള്ള ചങ്കുറ്റമുള്ള ഒരാള് വരുമ്പോൾ മുഖം തിരിഞ്ഞു പോകേണ്ട കാര്യം ഇല്ലല്ലോ. അന്നേരം ഇക്ബാൽ ഡോക്ടറും 2 നഴ്സും കൂടി പെട്ടെന്ന് ഓടി ഐസിയുലകത്തേക്ക് പോവുകയാണ്. അതുകൊണ്ടൊന്ന് ഭയപ്പെട്ട ഭാഗ്യലക്ഷ്മി ദിയോട് ചോദിക്കുകയാണ്, അയ്യോ ഇനി മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അതുപോലാണല്ലോ ഡോക്ടർ പാഞ്ഞു പോയത്. പിന്നീട് കാണിക്കുന്നത് റോഡിലൂടെ നടന്നു പോകുന്ന രജനിയാണ്. അന്നേരം രചനയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഫോൺ വരികയാണ്. ഇത് ഷാലം ഹോസ്പിറ്റലിൽ നിന്നാണ്. എന്താ മാഡം, ബൈസ്റ്റാൻഡർ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് എവിടെ പോയി? ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, പെട്ടെന്ന് ഇങ്ങ് വരണം. എന്താ? ശ്രീധരൻ എന്ന പേഷ്യന്റിന് കുറച്ച് ക്രിട്ടിക്കലാണ്. അയ്യോ എന്ന് വിളിച്ച് രചന പറയുകയാണ്, ശരി ഞാൻ ഉടനെ വരാം. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് സ്പീഡിന് നടക്കുകയാണ് രചന. അതേസമയം ഐസിയുവിന് പുറത്ത് വളരെ വിഷമിച്ച് കരഞ്ഞു നിൽക്കുകയാണ് ഭാഗ്യലക്ഷ്മിയും ദിയയും. അതേസമയം ഐസിയുവിന്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഡോക്ടർ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഡോക്ടറെ? ഡോക്ടർ പറയുകയാണ്, എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി. ബൈപ്പാസ് കഴിഞ്ഞു കിടന്ന ഒരാളോട് പരിസരബോധമില്ലാതെ സംസാരിച്ചത് എന്തിനാ? ദേഷ്യത്തോടു കൂടി ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, അയാൾ ആരാണെന്ന് ഡോക്ടർക്ക് അറിയാമോ? എന്റെ മോളെ ഈ ട്രാപ്പിലാക്കിയ അവളുടെ അച്ഛനാണ്. ആയിക്കോട്ടെ, അതിന് എന്റെ ട്രീറ്റ്മെന്റിലുള്ള ഒരു പേഷ്യന്റിനോട് ഇത്രയും കഠിനമായ വാക്കുകൾ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എല്ലാം കേട്ടുനിന്ന് നേഴ്സ് പറഞ്ഞു, ഹൃദയം നിലയ്ക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചതെന്ന്. ഇപ്പോ അയാളുടെ നില കൂടുതൽ വഷളായി. അവളെ പോലെ ഒരുത്തിയെ വളർത്തിയ അച്ഛനല്ലേ ഡോക്ടർ അയാള്? ഡോക്ടർ പറയുകയാണ്, ഇവിടെ പക്ഷേ നിങ്ങൾ കാണുന്നത് പോലെ എനിക്ക് കാണാൻ കഴിയില്ല. അയാളുടെ ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ലക്ഷങ്ങൾ വേണമായിരുന്നു. അതിനായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേ ഞങ്ങളുടെ ശ്രമം പാഴായി പോയതിലാണ് എനിക്ക് ദേഷ്യം. അയാൾ ഇനി രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്രയും പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ഡോക്ടർ. പറയുകയാണ്, ഡോക്ടറുടെ ന്യായം പറഞ്ഞു. നമ്മളൊക്കെ മരിച്ച അവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അറിയാം, എത്രയോ കാലമായിട്ട് അദ്ദേഹം ഞങ്ങളെ കാണുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ന്യായം. താൻ ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റും അപകടത്തിലേക്ക് പോകണം എന്ന് ഒരു ഡോക്ടറും ആഗ്രഹിക്കില്ല. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് രചന. ഭാഗ്യലക്ഷ്മി ദിയോട് പറയുകയാണ്, മോളെ കൊല്ലാനല്ല അവള് വന്നത്, അവളുടെ അച്ഛനെ കാണാനാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിലും അയാളെ എനിക്ക് കൂടി കാണാൻ തോന്നുകയാണ്. ഇവളെ പോലെ ഒരുത്തിയെ വളർത്തി വലുതാക്കിയ അയാളൊക്കെ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പോട്ടെ മോളെ, അന്നേരത്തെ ദേഷ്യത്തിനാണ് ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞത്. എങ്കിലും നമ്മൾ കാരണം ഒരു ജീവൻ പൊലിയുന്നത് എനിക്ക് വിഷമമുണ്ട്. മനസാക്ഷി നമുക്ക് മാത്രം പോരല്ലോ അമ്മേ, മറ്റുള്ളവർക്കും വേണം. നേരം ഐസിയുവിന്റെ മുൻപിലേക്ക് വരുന്ന രചന ഭാഗ്യലക്ഷ്മിയെയും ദിയയും കണ്ട് നിൽക്കുകയാണ്. അവരെ കണ്ട് ഭയന്ന് വീണ്ടും തിരിച്ചു നടക്കുകയാണ് രചന. പിന്നീട് ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്ന് നഴ്സ് പറയുകയാണ്, ഡോക്ടർ, ആ ശ്രീധരൻ എന്ന് പറഞ്ഞ ആളുടെ ബൈസ്റ്റാൻഡർ വന്നിട്ടുണ്ട്. വിളിക്കുക. കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന രചനയോട് ഡോക്ടർ ചോദിക്കുകയാണ്, അച്ഛൻ ക്രിട്ടിക്കലായപ്പോൾ മോളെ കണ്ടില്ല. അതിന്റെ കാരണം വില്ലേജ് ഓഫീസർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അച്ഛന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ മോൾ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള പെൺകുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി മാഡം മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ്. അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് ആരുടെയും തകർച്ച ആഗ്രഹിക്കില്ല. എന്നാൽ ഇവിടെ തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവർ ഐസിയുവിനകത്ത് കയറി അച്ഛനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അത് കേട്ടൊന്ന് ഞെട്ടുകയാണ് രചന. ഡോക്ടർ പറയുകയാണ്, എന്തായാലും ആളിന്റെ നില അല്പം പരുങ്ങല്ലാണ്. ഒരു ഹാർട്ട് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ആഹാരം മാത്രമല്ല നിയന്ത്രിക്കേണ്ടത്, അവരുടെ BP ഹൈ ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ അവർക്ക് നല്ല മനസ്സമാധാനം കൊടുക്കണമെന്ന്. കരഞ്ഞുകൊണ്ട് രചന ചോദിക്കുകയാണ്, ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സീരിയസ് ആണോ ഡോക്ടർ? അതെ, എന്തും സംഭവിക്കാവുന്ന ഒരു കണ്ടീഷനിലാണ്. ഇതിനേക്കാൾ വേദനിച്ചു നിൽക്കുകയാണ് ഐസിയുവിന് മുൻപിൽ 2 പേർ. അതിനേക്കാൾ മരണതുല്യമായ അവസ്ഥയിലാണ് ദീപ എന്ന പെൺകുട്ടി കിടക്കുന്നത്. ആ കുടുംബത്തെ എനിക്ക് നേരിട്ടറിയാം. ഒരിക്കലും ആ കുട്ടികൾ തെറ്റ് ചെയ്യില്ല. സൗഹൃദം നടിച്ച് താൻ ആ കുട്ടിയെ ട്രാപ്പിലാക്കി. അതിന് കിട്ടിയ പ്രതിഫലം കൊണ്ടായിരിക്കും അച്ഛനുള്ള ഓപ്പറേഷന്റെ പണം കിട്ടിയത്. ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തന്നെ പോലുള്ള മകൾ പ്രാർത്ഥിച്ചാൽ അത് ദൈവം കേൾക്കുമോന്ന് അറിയില്ല. ഐസിയുവിൽ കയറി അച്ഛനെ കണ്ടോ? രചന പറയുകയാണ്, കാണാൻ പറ്റിയില്ല. തിരിച്ചുകൊണ്ട് ഡോക്ടർ ചോദിക്കുകയാണ്, ഐസിയുവിന് മുൻപിൽ 2 പേർ നിൽക്കുമ്പോൾ കയറി കാണാൻ പറ്റിയില്ല അല്ലേ? പിന്നീട് കാണിക്കുന്നത് സദാനന്ദനെയും കാർത്തിയുമാണ്. സദാനന്ദൻ പറയുകയാണ്, വില്ലേജ് ഓഫീസറെ വലിച്ചു കീറി സമൂഹം. എങ്കിലും തോൽക്കാൻ പോകുന്നത് നമ്മളാണ് മോനെ. ഇന്ന് കോടതിയിൽ അത്ഭുതം സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ അച്ഛനെ വരെ വെറുതെ വിടരുത്. സദാനന്ദൻ പറയുകയാണ്, അത് നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ? ഞാൻ കോടതിയെ സ്വാധീനിക്കാൻ പല രീതിയിലും നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. നമ്മുടെ പണത്തിനും സ്വാധീനത്തിനും മുകളിൽ മറ്റു ചിലതുണ്ട്. അതിനുശേഷം ചന്ദ്രയെ നോക്കി സദാനന്ദൻ ചോദിക്കുകയാണ്, ഏതായാലും നിനക്ക് സന്തോഷമായല്ലോ?
എന്ത് സന്തോഷം, നിങ്ങൾ രണ്ടാളും ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ എന്റെ മോന് ഈ ഗതി വരില്ലായിരുന്നു. നീ കൂടുതൽ സന്തോഷിക്കുമെന്നും വേണ്ട. പറ്റുമെങ്കിൽ ഇന്ന് പൂജാമുറിയിൽ വിളക്ക് കെടുത്തേണ്ട. ദൈവങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ അവരെ ഉണർത്തണം. ഞാൻ ഉണർത്തിയിട്ട് എന്താ പ്രയോജനം? ഇത് കേട്ട് കാർത്തി ചോദിക്കുകയാണ്, എനിക്ക് വേണ്ടി അമ്മയ്ക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ? ചന്ദ്രിക പറയുകയാണ്, ഞാൻ പ്രാർത്ഥിക്കാതെ ഇരിക്കുമോ? സദാനന്ദൻ പറയുകയാണ്, ഇവന് കിട്ടുന്ന ഓരോ തിരിച്ചടിക്കും അറപ്പുരെ വീട്ടിൽ അമ്മയും മക്കളും സഹിക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഒരുത്തൻ ഇവിടെ വന്ന് വിമർശിച്ചല്ലോ, വിജയകുമാർ, അയാളും ഇപ്പോൾ എനിക്ക് എതിരാണ്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. അടിതെറ്റി വീഴും ഭാഗ്യലക്ഷ്മിയും മക്കളും. വാടാ മോനെ എന്ന് പറഞ്ഞ് കാർത്തിയും കുട്ടി പോവുകയാണ് സദാനന്ദൻ. കാർത്തിയുടെ കൂട്ടുകാരോട് സദാനന്ദൻ പറയുകയാണ്, എല്ലാവർക്കും ഒരുമിച്ച് ജയിലിൽ കിടക്കാം. ശ്രീകുമാറിന്റെ കൊലപാതകം ഉൾപ്പെടെ ഇവനും നിങ്ങളും കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങൾ ഒരുപാടാണ്. കൊല്ലേണ്ടവനെ കൊല്ലേണ്ട സ്ഥലത്ത് വെച്ചല്ല കൊന്നിരിക്കുന്നത്. സമയവും സ്ഥലവും തെറ്റി ഓരോന്ന് ചെയ്താൽ ഇതായിരിക്കും ഫലം. അതിനുശേഷം വണ്ടിയിൽ കയറി കോടതിയിലേക്ക് പോവുകയാണ് അവർ. പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ്. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് കാർത്തിയും കൂട്ടരും. സുബ്രഹ്മണ്യൻ സദാനന്ദനെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ് ദിയ. കാർത്തിയോടും കൂട്ടരോടും ജഡ്ജി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തൊഴുതുകൊണ്ട് കാർത്തി പറയുകയാണ്, ഞങ്ങൾ നിരപരാധിയാണ് സാർ. ഭാഗ്യലക്ഷ്മി എന്ന വില്ലേജ് ഓഫീസർ ഇവിടെ പറഞ്ഞതൊക്കെ എന്റെ അച്ഛനോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ട് കെട്ടിച്ചമച്ച കഥകളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രായവും ഭാവിയും പരിഗണിച്ച് ഞങ്ങളെ നിരുപാധികം വിട്ടയക്കണം. ജഡ്ജി പറയുകയാണ്, ശ്രീകുമാർ കൊലക്കേസിൽ ദൃക്സാക്ഷി എന്ന് പറയാൻ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.